നമ്മുടെ മാവിലുണ്ടായ മാങ്ങ വെച്ച് നമുക്കിന്നൊരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? കാണുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറുന്ന രുചിയുള്ള ഈ മാങ്ങാച്ചാർ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാവേ. അതിനായിട്ട് ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. 2 മാങ്ങ വേണം, കുറച്ചധികം വെളുത്തുള്ളി വേണം, പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില അധികം ഉള്ളത് നല്ലതാണ്, അപ്പോൾ ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ടൊരു മാങ്ങാച്ചാർ നമുക്ക് നോക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിൽ മതിയാവും. നിങ്ങൾക്ക് അതെല്ലാം കുറച്ച് വലിയ പീസസാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവേ. പിന്നെ നമ്മൾ ഒരു ഹാഫോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചെറിയ പീസുകളായിട്ട് അരിയണം. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എന്തേരം ഉണ്ടോ അത്രയും പിക്കിളിന് ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്ക് വേണ്ട 3 ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് പച്ചക്കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടതൊരു കായത്തിൻ്റെ കട്ടയാണ്. ഇവിടെ കായത്തിൻ്റെ കട്ടയാണ് സ്ഥിരം ഉപയോഗിക്കുന്നത്, പൊടിയല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ അച്ചാർ പൊടിയല്ല, പകരം നമ്മൾ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കായവും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3ആണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റും ഫ്ലേവറും കൂട്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവേ. ആദ്യം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ നല്ലെണ്ണയാട്ടോ ഉപയോഗിക്കുന്നത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് ടേസ്റ്റ്. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ആ കായം ആദ്യം ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കായത്തിൻ്റെ പൊടിയേക്കാളിലും കുറച്ചുകൂടി ഫ്ലേവറും ടേസ്റ്റും വരുന്നത് ഈ കായത്തിൻ്റെ കട്ട ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ്. നിങ്ങൾക്ക് പൊടി വേണമെങ്കിൽ പൊടി ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ കായക്കട്ടയാണ് എടുത്തേക്കുന്നത്. കായക്കട്ട നന്നായിട്ട് നമ്മുടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കണേ, നല്ല ക്രിസ്പി ആയിട്ട് വരണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്കത് കോരി മാറ്റാവേ. അത് കഴിഞ്ഞിട്ട് ഇത് പൊടിച്ചെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂത്ത് വരണം. ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ കട്ട തന്നെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആവശ്യമായ കടുകിടാം. കടുകൊന്ന് പൊട്ടി സെറ്റായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ഉലുവ ചേർക്കാവേ. ഉലുവയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ആദ്യം വെളുത്തുള്ളിയാണ് ഇടേണ്ടത്. വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നിടം വരെ നമ്മളിത് ഇളക്കി മൂപ്പിക്കണേ. നന്നായിട്ട് മൂത്താൽ അത്രയും ഫ്ലേവർ കൂടുതൽ, അതുപോലെ തന്നെ ഏറെ ചേർത്താലും ഫ്ലേവർ കൂടുതൽ കിട്ടുമേ. വെളുത്തുള്ളിക്കാണ് കുറച്ചുകൂടി ഇഞ്ചിയെക്കാട്ടിലും വേവുള്ളത്, കൊണ്ടാണ് നമ്മൾ അത് ആദ്യം ഇട്ടത്. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി അത് മുരിഞ്ഞ് വരുമ്പോഴത്തേനും കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഗോൾഡൻ ബ്രൗൺ കളർ നിങ്ങൾക്ക് കാണാമല്ലേ, നല്ല നിറമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയാണ്. വെളുത്തുള്ളിയിൽ അത്ര ഇഞ്ചി നമ്മൾ ചേർക്കുന്നില്ല, കുറച്ച് ഇഞ്ചി മതിയാവും. ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ ഒരു ഹാഫ് പോർഷനേ ഇഞ്ചി എടുത്തിട്ടുള്ളേ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് നമ്മൾ ഇളക്കി മൂപ്പിക്കണം. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കതിലേക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ ക്രിസ്പി ആക്കുന്നതെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടാനും പിന്നെ ഒരു പ്രിസർവേഷനും കൂടിയാണ്. ഇനി അത് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമായതും നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുളക് പൊടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് വേണം അതിലേക്ക് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. അതിൻ്റെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ആ മുളക് പൊടിയും എണ്ണയും എല്ലാം നമ്മുടെ മാംഗോയുടെ പീസസിലേക്ക് വരുന്ന പോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്യണേ. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കടുകും കൂടി ചേർക്കാവേ. പൊടിച്ചെല്ലാം ജസ്റ്റ് ക്രഷ് ചെയ്തതേ ഉള്ളേ. നമ്മുടെ കടുമാങ്ങയിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടുക് നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റ് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. നമ്മളിവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പിക്കിളാട്ടോ ഇടാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമോടെ ചേർത്ത് ഒന്ന് ലിക്വിഡാക്കി ഒന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. വെള്ളം ജസ്റ്റ് ചൂടുവെള്ളം ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയേ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഡ്രൈ ആണ് ഇഷ്ടം. പിന്നെ നമ്മൾ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണമെങ്കിൽ മാത്രം കുറച്ച് വിനാഗിരി ആഡ് ചെയ്യാവേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാങ്ങയ്ക്ക് കുറച്ച് പുളി കുറവ്, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് ഓപ്ഷണൽ ആട്ടോ,
വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതാ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച കായം പൊടിച്ച് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതാ നമ്മുടെ പിക്കിൾ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ കളർ തന്നെ കാണുമ്പോൾ നമ്മുടെ വായിൽ കപ്പലോടും അല്ലേ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ.